രാജ്യത്തിനാകെ അഭിമാനമായി പാലമേൽ പഞ്ചായത്തിലെ പള്ളിക്കൽ സ്വദേശി പോളിടെക്നിക് വിദ്യാർത്ഥിയായ യോഗേഷ്. 2026 റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന മൈ ഹോം അഡ്രസ് എന്ന പരിപാടിയിലേക്ക് ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 5 NSS വോളണ്ടിയേഴ്സിൽ ഒരാളായി കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ വിദ്യാർത്ഥിയായ ആലപ്പുഴ പാലമേൽ പഞ്ചായത്തിൽ പള്ളിക്കൽ വാർഡിൽ രോഹിണി വിലാസത്തിൽ ശ്രീകുമാറിന്റെയും ജയലക്ഷ്മിയുടെയും മകൻ യോഗേഷ് അർഹനായി. പാലമേൽ പഞ്ചായത്തിലെ പള്ളിക്കൽ വാർഡിൽ രോഹിണി വിലാസത്തിൽ ശ്രീകുമാറിന്റെയും ജയലക്ഷ്മിയുടെ മകനാണ് ഞാൻ. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിലുള്ള ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് വെച്ചുച്ചിറയിലാണ് സെക്കൻഡ് ഇയർ ബയോമെഡിക്കൽ പഠിക്കുന്നത്. നോർത്ത് ഈസ്റ്റിലുള്ള സംസ്ഥാനങ്ങളിലെ അവിടുത്തെ ട്രൈബൽ വില്ലേജിലും കാര്യങ്ങളായിട്ട് ഹാൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ മിനിയേച്ചറാണ് ഇതിനകത്ത് ഇന്ത്യൻ പ്രസിഡൻറ്റ് ഒരു ഗിഫ്റ്റായിട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് എൻ്റെ കൂടെ വരുന്നത് അമ്മയും ഞാനുമാണ് പോകുന്നത്. ഇതിന് സത്യം പറഞ്ഞാൽ ഇതിന് പിന്നിലായിട്ട് ചുക്കാൻ പിടിച്ചത് സൗത്ത് റീജിയണൽ ഡയറക്ടറേറ്റ് ഓഫീസറായിട്ടുള്ള ഉപ്പിൻ സാറ്, അതുപോലെ തന്നെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് SNO ദേവിപ്രിയ മാം, പിന്നെ ടെക്നിക്കൽ സെല്ലിൻ്റെ ഓഫീസർ JNP വിജയൻ സാറ്, പിന്നെ എൻ്റെ കോളേജ് പ്രിൻസിപ്പളായ അജുമോഹൻ സാറ്, പിന്നെ എൻ്റെ പ്രോഗ്രാം ഓഫീസർ CV സാറ്, പിന്നെ പേരൻസ്, സുഹൃത്തുക്കൾ, ഇവരെല്ലാം ആയിരുന്നു എനിക്ക് പിന്നിൽ. പോളിടെക്നിക്കൽ അധികൃതരും നാട്ടിലെ ഗ്രാമവാസികളും ഏറെ സന്തോഷത്തിലാണ്. ഇത്തവണ രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ വിദ്യാർത്ഥികൾ കൂടി അതിൽ പങ്കെടുക്കാനുള്ള സുവർണാവസരം ലഭിക്കുകയുണ്ടായി. കേരളത്തിൽ നിന്ന് നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെല്ലിനെ പ്രതിനിധീകരിച്ച് വെച്ചുച്ചിറ ഗവൺമെൻറ് പോളിടെക്നിക്കിലെ NSSൻ്റെ വോൾഡർ സെക്രട്ടറിയും സെക്കൻഡ് ഇയർ ബയോമെഡിക്കൽ വിദ്യാർത്ഥിയുമായ നമ്മുടെ പ്രിയപ്പെട്ട യോഗേഷ് അത്തരമൊരു സെലക്ഷൻ ക്യാമ്പിലേക്ക് പങ്കെടുക്കുകയും വിവിധ തലങ്ങളിൽ നടന്ന സെലക്ഷൻ ക്യാമ്പുകളിലൂടെ ഏതാണ്ട് 4 ഘട്ടങ്ങളായി നടന്ന സെലക്ഷൻ ക്യാമ്പിലുള്ള പ്രൊസീജിയറിലൂടെ യോഗേഷ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ നേരിട്ട് പങ്കെടുക്കുന്നതിനുള്ളൊരു അവസരം യോഗേഷ് ലഭിച്ചു. അതുകൂടാതെ മറ്റൊരു പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപതി സംഘടിപ്പിക്കുന്ന മൈ ഭാരത് അറ്റ് ഹോം റിസപ്ഷൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ വിരുന്ന് സൽക്കാരത്തിലേക്ക് ആദ്യമായി ഇന്ത്യയിൽ നിന്ന് നാഷണൽ സർവീസ് സ്കീമിൻ്റെ വോളണ്ടിയേഴ്സിന് ക്ഷണം ലഭിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നാകെ 5 വോളണ്ടിയേഴ്സിന് ക്ഷണം കിട്ടിയപ്പോൾ അതിലൊന്നാകുവാൻ നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ വിദ്യാർത്ഥി യോഗേഷിന് കഴിഞ്ഞിരിക്കുന്നു. അഭിമാനാർഹമായ നേട്ടമാണ് യോഗേഷ് ഈ അവസരത്തിൽ കൈവരിച്ചിട്ടുള്ളത്. അത് വെച്ചുച്ചിറ ഗവൺമെൻറ് പോളിടെക്നിക്കിനും നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്ന എൻ്റെ കമ്മ്യൂണിറ്റിക്കും ഏറെ അഭിമാനകരമായ ഒന്നാണ്. പ്രത്യേകിച്ച് ഈ പള്ളിക്കൽ പോലുള്ള പ്രദേശത്തെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് ഇത്ര ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞ യോഗേഷിന് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിനന്ദനം അറിയിക്കുക. വെച്ചുച്ചിറ പോളിടെക്നിക്ക് എന്ന് പറയുന്ന ഒരു മലയോര മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ പരിമിതികൾ വെച്ചുകൊണ്ട് ആയാൽ തന്നെ നമ്മുടെ ആ കോളേജിൽ നിന്നും ഇത്തരത്തിൽ ഒരു NSS വോളണ്ടിയർ ആയ യോഗേഷിന് റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കാനായിട്ട് ഒരു അവസരം ലഭിച്ചത് നമ്മളെപ്പോലുള്ള, അതായത് സാധാരണ ഗ്രാമപ്രദേശത്ത് നിന്ന് വളർന്നു വന്ന് ഇത്തരത്തിലെ ഒരു നിലയിലേക്ക് എത്താൻ കഴിഞ്ഞ യോഗേഷിന് എല്ലാവിധ ആശംസകളും ഈ സമയത്ത് അർപ്പിക്കുന്നു. 1950 മുതൽ റിപ്പബ്ലിക് ഡേ പരേഡുകൾ ആഘോഷിക്കുവാൻ തുടങ്ങിയതിനു ശേഷം കേരളത്തിൽ നിന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വിദ്യാർത്ഥിയെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നത്. വളരെ സന്തോഷം. ഇങ്ങനെ സെലക്ഷൻ കിട്ടിയതിൽ കൂടെ പോകുന്നത് അവൻ്റെ അമ്മയാണ്. ഇനി പോകാൻ സമയമില്ലാത്ത കാര്യം അമ്മയാണ് കൂടെ പോകുന്നത്. വളരെ വലിയൊരു നേട്ടമാണ് കഴിയുന്നത്. വെച്ചൂച്ചിറ പോളിടെക്നിക്കിലെ NSS വോളണ്ടിയേഴ്സ് സെക്രട്ടറി കൂടിയായ യോഗേഷ്, ഓഫീസർ CB മുഹമ്മദ്, പ്രിൻസിപ്പൽ അജിമോന്റെയും അധ്യാപകനായ സുനിൽ ചന്ദ്രന്റെയും കൂടാതെ വിവിധ വകുപ്പ് മേധാവികളുടെയും കഠിന പരിശ്രമവും യോഗേഷിന്റെ ആത്മാർത്ഥമായ ഇതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമാണ് ഇന്ന് ഈ നിലയിലെത്തിക്കുവാൻ ഇടയാക്കിയത്. ഡൽഹിയിലേക്ക് യാത്ര തിരിച്ച യോഗേഷിന് അധ്യാപകരും സഹപാഠികളും യാത്രാ മംഗളങ്ങൾ നേർന്നു. കലാകായിക വിഷയങ്ങളിലും പഠന വിഷയങ്ങളിലും ഒരുപോലെ മികവ് പുലർത്തുന്ന യോഗേഷിന്റെ നേട്ടം നാടിനാകെ അഭിമാനമാണ്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.